കോഴിക്കോട് കൊയിലാണ്ടി ബാലുശ്ശേരി നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന തോരായിക്കടവിൽ പുതുതായി നിർമ്മിക്കുന്ന പാലം തകർന്നതിൽ വിജിലൻസിന് പരാതി നൽകി KSU. അഴിമതി കാരണമാണ് തോരായിക്കടവ് പാലം തകർന്നതെന്ന് കാണിച്ചാണ് KSU പരാതി നൽകിയത്. അഭിന പി ചിറക്കൽ ചേരുന്നു വിവരങ്ങളുമായി. അഭിന, കോടികളുടെ അഴിമതിയാണ് നടന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ആരോപണം. ഈ ഒരു പരാതിയിൽ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും കാളിദാസ്, നേരത്തെയും വലിയൊരു ആരോപണം ഈ ചേമഞ്ചേരി അത്തോളി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഈ ഒരു അകാലപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന തോരായിക്കടവ് പാലത്തിന് വലിയൊരു ഈ പാലം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയൊരു ആരോപണം നേരത്തെ തന്നെ ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു പാലം ഇപ്പോൾ തകർന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. മേൽനോട്ട ചുമതല ഉണ്ടായിരുന്ന സൂപ്പർവൈസർ മിഥുന് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നിർമ്മാണ കമ്പി ദേഹത്ത് വീണാണ് ഇയാൾക്ക് പരിക്കേറ്റിട്ടുള്ളത്. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വലിയൊരു രീതിയിലുള്ള ഒരു പരിക്കല്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ പാലത്തിന്റെ 4ാം ഗർഡറാണ് തകർന്നു വീണിട്ടുള്ളത്. ഉച്ചയ്ക്ക് 2:30 ഈ കോൺക്രീറ്റ് പ്രവൃത്തി ആരംഭിച്ച സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ സമയത്ത് 40ഓളം തൊഴിലാളികളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഗർഡറിന് അടിയിൽ സ്ഥാപിച്ച വെൽഡിംഗ് കമ്പികൾ പൊളിഞ്ഞു വീണതാണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണം എന്നുള്ളതാണ് പറയുന്നത്. ഈ കോൺക്രീറ്റ് ജോലികളും വെൽഡിംഗ് ജോലികളും നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. പാലം തകർന്ന ശബ്ദം കേട്ട് തൊഴിലാളികൾ ഈ ഒരു സംഭവ സമയത്ത് വലിയൊരു ശബ്ദം കേട്ടതിനെ തുടർന്ന് ഇവിടെ നിന്ന് മാറിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായിരിക്കുന്നത്. തൊഴിലാളികളെല്ലാം തന്നെ ഏറെക്കുറെ തൊഴിലാളികൾ പുഴയിലേക്ക് എടുത്തു ചാടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പകുതിയിലേറെ ആളുകൾക്കും പരിക്കേൽക്കാതെ രക്ഷപ്പെടാൻ സാധിച്ചത് എന്നുള്ളതാണ്. ഏകദേശം 24 കോടി രൂപ ചെലവിട്ട് നിർമ്മിക്കുന്ന പാലമാണിത്. പൊതുമരാമത്ത് വകുപ്പിന്റെ പദ്ധതിയിൽ കേരള റോഡ് ഫണ്ട് ബോർഡ് ആണ് ഈ പ്രധാന കരാർ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് പിന്നീട് PMR എന്ന കമ്പനിക്ക് കരാർ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നിയമ പോരാട്ടത്തിലൂടെയാണ് PMR കമ്പനി ULCCക്ക് ലഭിച്ച കരാർ നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. 2 കമ്പനികളും 24 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ആണ് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സബ്സിഡി ഉള്ളതിനാൽ ULCCക്ക് കരാർ ലഭിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഈ നിയമ പോരാട്ടത്തിലൂടെ PMR കരാർ നേടുകയും പിന്നീടാണ് ഈ ഒരു പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂളിമാട് പാലം നിർമ്മാണത്തിനിടെ മേൽനോട്ടം വഹിച്ച പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥനാണ് തോരായിക്കടവ് പാലത്തിന്റെയും നിർമ്മാണത്തിന്റെ മേൽനോട്ട ചുമതല ഉണ്ടായിരുന്നത്. കൂളിമാട് പാലം നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടി മറ്റു ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടെ അതേ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ ഒരു പാലത്തിന്റെയും നിർമ്മാണ പ്രവർത്തികൾക്ക് മേൽനോട്ടം വഹിച്ചത്. തുടങ്ങിയ കാര്യങ്ങളൊക്കെ വലിയ രീതിയിലേക്ക് ഒരു വലിയ വിവാദത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ വലിയൊരു ആരോപണം, അതായത് കൂളിമാട് പാലം നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് വലിയൊരു ആരോപണം നിലനിൽക്കുന്ന അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പാലവും വീണിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും അല്പസമയം മുൻപ് നമ്മൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസിനോട് ഇക്കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ച് വിവരം തേടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു മറുപടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തുടർ നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ഈ പാലം നിർമ്മാണത്തിൽ എന്തൊക്കെയാണ് പോരായ്മ വന്നത്, ഉത്തരവാദിത്തപ്പെട്ടവർ ഈ പോരായ്മയ്ക്ക് കാരണമാകുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ, മാനുവൽ പാലിച്ചിട്ടുണ്ടോ, നിർമ്മാണ ഘട്ടങ്ങളിൽ ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ, കരാറുകാർ കരാറിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുകയും 9 ഇത്തരത്തിൽ ഈ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയും 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്യും. അതായത് ഇതിനെതിരെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും അശാസ്ത്രീയത കണ്ടു കഴിഞ്ഞാൽ ഇവരെ ഈ ഒരു കരാറുകാരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയും 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുക. അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട മേൽനോട്ട ചുമതല വഹിക്കുന്ന ആളടക്കം ആരൊക്കെ ഉണ്ടോ ഇവരെ അടക്കം നോക്കിക്കൊണ്ടായിരിക്കും ഇനി ഒരു സസ്പെൻഡ് ചെയ്യുകയും അതോടൊപ്പം തന്നെ മറ്റു നടപടികളെല്ലാം തന്നെ തീരുമാനിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് അല്പസമയം മുൻപ് മന്ത്രി റിയാസ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും വലിയൊരു പ്രതിഷേധം തന്നെയാണ് ഈ പാലം തകർന്നതിൽ ഉണ്ടാകുന്നത്. നേരത്തെ KSU തന്നെ വിദ്യാർത്ഥി സംഘടനയായ KSU അടക്കം ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വലിയൊരു വിജിലൻസിന് നേരിട്ട് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അഴിമതി കാരണമാണ് തോരായിക്കടവ് പാലം തകർന്നത് എന്ന് കാണിച്ചുകൊണ്ടാണ് KSU പരാതി നൽകിയിട്ടുള്ളത്. ഈ പരാതിയിൽ പറയുന്നത് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടുന്ന കമ്പനിക്ക് PWD കുട പിടിച്ച് എന്നുള്ളതാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു ആരോപണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 24 കോടി രൂപയുടെ പാലം നിർമ്മാണത്തിൽ കോടികളുടെ അഴിമതിയാണെന്നാണ് പരാതിയിൽ പറയുന്നത്. ഈ സംഭവത്തിൽ സമഗ്രമായതും നീതിയുക്തവുമായ അന്വേഷണം വേണം എന്നുള്ളതാണ് KSU പറയുന്നത്. ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം
അല്ലെങ്കിൽ ശക്തമായ സമരവുമായി രംഗത്തേക്ക് ഇറങ്ങും എന്നുള്ളതാണ് വിദ്യാർത്ഥി സംഘടനകൾ അടക്കം പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു ഉയർന്നൊരു ആരോപണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെയും ജനങ്ങളും അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഇക്കാര്യങ്ങൾ, അതായത് ഈ ഒരു പാലം നിർമ്മാണത്തിൽ അശാസ്ത്രീയത ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലതവണ പരാതി അടക്കം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം തള്ളിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു നിർമ്മാണം ഇവിടെ വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നത്. ഇത് പിന്നീട് വലിയൊരു അപകടത്തിലേക്കാണ് പോയത് എന്നുള്ളതാണ്. ഏതായാലും ഇനിയൊരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റു നടപടികൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മന്ത്രി അടക്കം പ്രതികരിച്ച കാര്യം. കാളിദാസ്. ശരി, പാലം തകർന്നതിൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി റിയാസ് പറഞ്ഞെങ്കിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ആളിപ്പടരുന്നുണ്ട്. ആരോപണങ്ങൾ അഴിമതി തന്നെയാണ് എന്നുള്ള ആരോപണം തന്നെയാണ് KSUവിൻ്റെ ഭാഗത്തു നിന്നും കൂടി വരുന്നത്. KSU തരത്തിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കൂടിയാണ് നമുക്ക് ലഭിച്ച പുതിയ വിവരം. അഭിന പി ചിറക്കലാണ് വിവരങ്ങൾ നൽകിയത്.